എൻ്റെ ഗ്രാമം. കോലുവള്ളി. എൻ്റെ ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ചങ്ങമ്പുഴ കവിതയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ആദ്യം മനസ്സിൽ തോന്നി കവിതയുടെ ഗ്രാമഭംഗി ഒരു നൊസ്റ്റാൾജിയായി മനസ്സിലുണ്ടായത് കൊണ്ടായിരുന്നു. പിന്നീട് തിരിച്ചൊന്ന് ചിന്തിച്ചു, അതിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എന്റെ ഗ്രാമത്തിലുണ്ടോ എന്ന്. അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഒരു നല്ല ചിത്രം വരച്ചതുപോലെ മലനിരകളുണ്ട്, കളകളം പാടാൻ പുഴയും കൊച്ചരുവികളുമുണ്ട്. പിന്നെയും കുറെ കാര്യങ്ങൾ. വെറുതെയല്ല കവിത മനസ്സിൽ മായാതെ കിടക്കുന്നു. എപ്പോഴും ഞാൻ ആലോചിക്കുന്നു, എന്താണ് ഗ്രാമീണതയുടെ പ്രത്യേകത? നഗരങ്ങളിലാണല്ലോ സൂചിതവും സുഖകരവുമായത്. ഞൊടിയിടയിൽ കൈപ്പിടിയിൽ ലഭിക്കുന്ന കാലഘട്ടത്തിൽ നഗരമല്ലേ സുഖം? സത്യം പറയട്ടെ, ഈ പറയുന്ന ഗ്രാമീണത എന്ന വാക്ക് ഞാൻ പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ ഒരു പൊൻ വസന്തം വിരിഞ്ഞു പോയി. നമുക്ക് കോലുവള്ളി ഒറ്റ നോട്ടത്തിലൊന്ന് കണ്ടാണ്. ഉത്തര മലബാറിന്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ചെറുപുഴ ടൗണിന്റെയും പുളിങ്ങോം ടൗണിന്റെയും ഒത്ത മധ്യത്തിലാണ് കോലുവള്ളിയുള്ളത്. ചെറുപുഴ പുളിങ്ങോം റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കനിക്കാലത്ത് എത്തിച്ചേരും. ഇവിടെയാണ് നവജ്യോതി കോളേജും നവജ്യോതി ആശ്രമവും. ഇവിടെ നിന്ന് പോകുമ്പോൾ ആർക്കേഞ്ചൽ സ്കൂളിലും പിന്നീട് പള്ളിയിലും മുസ്ലിം പള്ളിയിലും എത്തിച്ചേരും. ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഹോമിയോ ഡിസ്പെൻസറിയിലെത്തും. പിന്നീട് കോലുവള്ളി ടൗണിൽ നിന്ന് മുകളിലോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ റേഷൻ കടയിലും അതോടൊപ്പം തന്നെ അങ്കമാടിയിലും എത്തിച്ചേരും. ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കോലുവള്ളിയുടെ സ്വന്തം മിൽക്ക് സൊസൈറ്റിയിലെത്തും. അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിയുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോയി നമ്മൾ കോലുവള്ളിയുടെ ഹെൽത്ത് സെന്ററിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് കോലുവള്ളിയുടെ അവസാന ഭാഗമായ പേരുത്താങ്ങിയിലും എത്തും. ഇതാണ് കോലുവള്ളി. നമ്മുടെ കോലുവള്ളി ഗ്രാമത്തിൻ്റെ അഭിമാനവും അതിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ നിദാനമായിട്ട് നിലകൊള്ളുന്ന മനോഹരമായ ഇടവക ദേവാലയം കോലുവള്ളി തിരുക്കുടുംബ ദേവാലയം. ഈ കോലുവള്ളി തിരുക്കുടുംബ ദേവാലയം പണിയത് 5-6 വർഷങ്ങളായിട്ടുള്ളെങ്കിലും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ദേവാലയത്തിൽ അനുഗ്രഹം തേടി കടന്നു വരുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ്. വളരെ അകലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഈ കോലുവള്ളി ഇടവകയിലേക്ക് കടന്നു വരുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ അവർ വളരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രം ഈ കോലുവള്ളി ഇടവകയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. കോലുവള്ളിയുടെ വളർച്ച പോലും ഈ ഇടവക ദേവാലയത്തിൻ്റെ രൂപീകരണവും വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഈ കോലുവള്ളിയിൽ ചെറിയൊരു പള്ളിയെ നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് വളരെ കുറച്ച് ആളുകളെ ഈ പ്രദേശത്തും കോലുവള്ളി ഇടവകയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ തുടർന്ന് നല്ലൊരു ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെടുകയും അതിനെ തുടർന്ന് ധാരാളം ആളുകൾ ഈ ഇടവകയോട് ചേർന്ന് താമസിക്കാനൊക്കെ വരികയും ചെയ്യുന്നത് നമുക്കിന്നും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ഇടവക ദേവാലയം ഈ പ്രദേശത്തുള്ള ക്രിസ്ത്യൻ ആളുകൾക്ക് മാത്രമല്ല മറ്റാളുകൾക്കൊക്കെ ഒരു അഭയകേന്ദ്രവും ഒരു സന്തോഷത്തിൻ്റെ ഇടവുമാണ്. ഇടവകയിൽ ഏകദേശം 200 താഴെ കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇടവകയിൽ നടക്കുന്ന പ്രധാന തിരുനാൾ അത് കാണുമ്പോഴാണ് നമുക്ക് ഈ ദേവാലയത്തെ എത്രമാത്രം ഇവിടെയുള്ള ആളുകൾ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുക. ഈ പ്രദേശത്തുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ദിവസം ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ മനോഹരമായൊരു ദേവാലയം, അതിനോട് ചേർന്ന് മനോഹരമായൊരു വൈദിക ഭവനം, ഇതൊക്കെ ഈ ഇടവകയ്ക്കുണ്ട്. അതോടൊപ്പം ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഈ ഇടവകയുടെ വളർച്ചയ്ക്കും ഈ നാടിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും അധികം സഹായമായി തീരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ഇടവകയിൽ തന്നെ അംഗമായിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ ആർക്കേഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പുളിങ്ങോത്താണ് ആരംഭിച്ചതെങ്കിലും കോലുവള്ളിയിൽ വന്നതിന് ശേഷമാണ് ആ സ്കൂളും അതുപോലെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശമൊക്കെ വലിയൊരു പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നവജ്യോതി കോളേജ്. CST ഫാദേഴ്സ് ആണ് അത് റൺ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഈ പ്രദേശത്തിൻ്റെ ഒരു നിർണായക വളർച്ചാ ഘടകങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും നിസ്തർക്കം പറയാവുന്ന കാര്യമാണ്. അത് ഈ ഇടവകയോട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതും വളരുന്നതും. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഇടവകയാണ് സഹകരിക്കുന്നതും. അതുപോലെ ഈ സ്ഥാപനങ്ങൾ ഇടവകയോടും സഹകരിച്ചാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെ ഈ നാടിൻ്റെ ഒരു പുരോഗതിയുടെ വഴികളിൽ ഈ സ്ഥാപനം നൽകുന്ന സംഭാവനകൾ മുഴുവൻ ഈ ഇടവകയുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നാണ് കൂടുതലായിട്ട് എന്ന് നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും. ഇതിലെ ആളുകൾ ഒരുമിച്ച് ചേരാനും പ്രാർത്ഥിക്കാനുമുള്ള ധാരാളം അവസരങ്ങൾ, അതുപോലെ തന്നെ ഇടവക കൂട്ടായ്മ എന്ന നിലയിൽ ഓരോ വാർഡുകളിലും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹവും, അതുപോലെ ഈ കോലുവള്ളിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഗ്രാമത്തിൻ്റെ വികസനത്തിലും ഇവിടെയുള്ള ആളുകൾ നൽകുന്ന എല്ലാ സപ്പോർട്ടും ഇടവകയിൽ നിന്നുള്ള നേതൃത്വത്തിൽ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഈ ഇടവകയുടെ തന്നെ കോർഡിനേറ്ററാണ് ഈ ബ്ലോക്കിലെ ഒരു മെമ്പറായിട്ട് സേവനമൊക്കെ ചെയ്യുക. അതെല്ലാം തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ ഇടവകയിലെ ആളുകളോടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു സൺഡേ സ്കൂള് ഞായറാഴ്ചകളിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സൺഡേ സ്കൂള് സജീവമായിട്ട് ഇടപെടുകയും ഇടവകയുടെ മതാധ്യാപകർ അതിനൊക്കെ നേതൃത്വം നൽകുകയും ഇടവകങ്ങൾ മുഴുവൻ അത് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ പൊതുപ്രവർത്തനങ്ങളിലും നമ്മുടെ ഇടവകങ്ങൾ സജീവമായി പങ്കെടുക്കാറുണ്ട്. ഇടവകയുടെ ആത്മീയ ശുശ്രൂഷകൾ പ്രധാനമായിട്ടും വെള്ളിയാഴ്ചകളിലുള്ള ഉണ്ണിമിശിഹായുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗത്തിൽ ഉണ്ണിമിശിഹായുടെ അനുഗ്രഹം തേടിക്കൊണ്ടുള്ള നൊവേനയും പ്രാർത്ഥനയും അനേകം ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ പോലും വന്ന് അനുഗ്രഹം തേടുന്നൊരവസരമാണ്. ഓരോ മറ്റ് ദിവസങ്ങളിലെ ഓരോ കാര്യപരിപാടികളും ആത്മീയ ശുശ്രൂഷകളെല്ലാം എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുഗ്രഹവും നന്മയുണ്ടാകത്തക്ക രീതിയിലാണ് ഈ ഇടവകയിൽ നിന്ന് ക്രമീകരിക്കുക. പൊതുവായിട്ടുള്ള ആഘോഷങ്ങളും പൊതുവായിട്ടുള്ള പരിപാടികളുമെല്ലാം മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഇടവകയിൽ നിന്ന് ക്രമീകരിക്കാറുണ്ട്. അതുപോലെ ഇടവക സമൂഹം മുഴുവൻ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ ഇടവകയിൽ നിന്നും വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ എപ്പോഴും നൽകാറുണ്ട് എന്നുള്ളത് നമുക്ക്
അനുസ്മരിക്കാം. അത് ഈ കോലുവള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു വലിയ നന്മയും വിലയേക്കുറി അഭിമാനമൊക്കെ ആയിട്ട് ഇടവ ദേവാലയം, തിരുക്കുടുംബ ദേവാലയം നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എൻ്റെ ഗ്രാമം എന്നുള്ള ഈ നിങ്ങളുടെ ടീം അംഗങ്ങളുടെ ഒരു പരിശ്രമമായിട്ടുള്ള ഡോക്യുമെൻ്ററിക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഇപ്പോൾ ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്ന വേളയിൽ പ്രകാരം ഒരു സംരംഭം ചെറിയ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭിമാന അർഹമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ടീം അംഗങ്ങളെ ഞാൻ എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുകയും ഇതൊരു നല്ല ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഈ ഒരു അവതരണം മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനം. പ്രകൃതി സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും കോലുവള്ളി വ്യാവസായിക രംഗത്ത് കുറേയധികം മുന്നോട്ടം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് കോലുവള്ളിയുടെ ആദ്യത്തെ വ്യവസായ സ്ഥാപനം. കോലുവള്ളിയിൽ ഇന്ന് ഓരോ വീടുകളിലും പത്രമെത്തുന്നത് നമ്മുടെ കൂട്ടുകാരൻ പ്രിൻസ് ചാക്കോയുടെ സഹായത്താണ്. പോക്കറ്റ് മണിക്ക് വേണ്ടി കൈനീട്ടുന്ന ഓരോ പിള്ളേർക്കും ഇവനൊരു മാതൃകയാണ്. ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനമേറിയ ഓരോ ദിവസത്തെയും വാർത്ത അറിയാൻ വേണ്ടി നമ്മുടെ കോലുവള്ളിയിലെ ജനങ്ങൾ ഇന്നും ഈ കൊച്ചു കൂട്ടുകാരനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി കോലുവള്ളിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നാൽ കോലുവള്ളിയിലെ ഈ ക്ഷീര കർഷക സംരംഭത്തിന്റെ ഉദ്ഘാടനം 12/6/1994 ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പി വി ബാലകൃഷ്ണൻ അവர்களാണ് നടത്തിയത്. ക്ഷീരകർഷകനും അവരുടെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. അവർ ഉത്പാദിപ്പിക്കുന്ന പാലിന് ന്യായലാഭം ലഭിക്കണം. അതുപോലെ തന്നെ ഓരോ ഉപഭോക്താവിനും അവർ വാങ്ങുന്ന പാലിന് ഉറപ്പായ ഗുണമേന്മ ഉണ്ടാകണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കോലുവള്ളിയിൽ നടത്തിക്കൊണ്ടുവരുന്ന സംരംഭമാണ് കോലുവള്ളി ക്ഷീരോത്പാദന സംഘം. കോലുവള്ളിയിലെ ക്ഷീരകർഷകരുടെ പാൽ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമാണ് വിതരണം ചെയ്യുന്നത്. കോലുവള്ളിയുടെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നിട്ടുണ്ട്.
ചേട്ടന്മാർ നമുക്കൊരു സഹായഹസ്തം നീട്ടുന്നു. മിതമായ നിരക്കിൽ അവർ നമ്മളെ വേണ്ടിടത്ത് സ്നേഹപൂർവ്വം കൊണ്ടെത്തിക്കുന്നു. കോലുവള്ളിയിലെ ഊർജിത കന്നുകാലി വികസന ഉപകേന്ദ്രമാണ് കോലുവള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കാലിത്തീറ്റ ഗോഡൌൺ. ഈ നാട് മലമ്പാമ്പിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമായി. അത് മുമ്പ് ഇവിടെ കൃഷി ചെയ്താൽ കൃഷിയെല്ലാം കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ച് കൃഷിക്കാരൊന്നും കിട്ടാറില്ല. പിന്നെ രാവും പകലും കാവലില്ലാതെ കൃഷി നിലനിർത്തി. ജീവിതത്തിൽ ജന്മിമാരാകാൻ വേങ്ങിയ നായകന്മാർ പാലക്കാട് മലവറ ജന്മി അവരുടെ കീഴിലാണ് ഇവിടുത്തെ കൃഷിക്കാർ അടിമകളാണ്. ജന്മിമാരുടെ അടിമകളാണ് ഇവിടുത്തെ കൃഷിക്കാർ. അവർ ഉണ്ടാക്കുന്ന നെല്ലും കുരുമുളകെല്ലാം തന്നെ പത്തുണ്ടായിട്ടും ഭാരമായിട്ടും എല്ലിപ്പോട്ടും പൊട്ടു കഴിഞ്ഞാൽ കൃഷിക്കാരുടെ യാതൊന്നും ബാക്കിയില്ല. എല്ലാം അവർ നിശ്ചയിക്കുന്ന കൊടുത്തോളം നിശ്ചയം. അത് പന്നിയെ ഈ കാട്ടുമൃഗങ്ങളെല്ലാം കൊടുത്ത് കാത്ത് രക്ഷിച്ചിട്ട് വേണം ഒരു ഗൃഹങ്ങൾ കൃഷിക്കാർ തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കാനേ ഉണ്ടാവും. കൃഷി നിങ്ങളെ കാണുന്നില്ല 10 നെല്ലിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരെല്ലാം ജന്മിമാർ കുറച്ച് 10 നെല്ലാണ് പേര്. ഇങ്ങനെ കൃഷിക്കാരൻ്റെ ഒന്നും ഉണ്ടാവില്ല. ജന്മിമാരുടെ അടിമകളാണ്. ഇത് സ്കൂളൊന്നുമില്ല. ആദ്യം രണ്ടാമത് ഈ സ്കൂളിൻ്റെ ഈ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് മുണ്ടശ്ശേരിയാണ് കൊണ്ടുവരുന്നത്. മുണ്ടശ്ശേരി മാഷാണ്. മുണ്ടശ്ശേരി മാഷാണ് ഈ അധ്യാപകന്മാർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം. അതിൻ്റെ കാണുന്നില്ല കുടിയേറ്റുണ്ടായി. അതുവരെ കുടിയേറ്റില്ല. ജന്മിമാരാരും അത് കൊടുക്കില്ല. അതോടുകൂടെ ഇവിടെ കുടിയേറ്റ മേഖലയാണ്. അതിന് കാണുന്നില്ല കുടിയേറ്റം തിരുവാങ്കൂർ കുടിയേറ്റ താമസിക്കാൻ പോകും. ഒരേ പരിഷ്കാരങ്ങൾ വന്ന് അതിന് ശേഷം അല്ലെങ്കിൽ അത് ഇന്ന് ആൾക്കാർ അതിനൊരു ഉദാഹരണം ഗവൺമെൻറ് മാറി വന്നു. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചത് കേരളത്തിൽ കൂടെ ഒരേ വിഷയമാണ്. കേരളത്തിലുള്ള അധികാരത്തിൽ വന്നു. അവർ കിട്ടിയ സമയം ഉപയോഗിച്ചിട്ട് നിയമനിർമ്മാണം ആ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നിയമം പാസ്സായി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. അത് തുടർന്ന് വരുന്ന ഗവൺമെൻറ് നടപ്പാക്കി പോകും. ഇങ്ങനെയാണ് നിയമം നടപ്പിലായതും വിദ്യാഭ്യാസ പരിഷ്കാരം, ഉപേക്ഷിക്കുന്ന പരിഷ്കാരം, മതാശ്വാസ പരിഷ്കാരം,
ഇതെല്ലാം വന്നതിന് ശേഷമാണ് പറയുന്നത്. പല ഗ്രാമങ്ങൾ പോലും എന്നൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു. പക്ഷേ ഇതാ നമ്മുടെ കൊച്ചു പോലുള്ള ഒരു ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഏത് രോഗങ്ങൾക്കും ഇവിടെ നിന്ന് ഒരു പ്രതിനിധിയുണ്ട്. ആധുനിക നൂറ്റാണ്ടിൽ കമ്പ്യൂട്ടർ യുഗം നമ്മുടെ പടിവാതിൽക്കലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാ പുതിയൊരു വ്യവസായ സംരംഭവുമായി കോലുവള്ളി മറ്റു സ്ഥലങ്ങൾക്കൊരു മാതൃകയായി തീർന്നിരിക്കുന്നു. ഇതിന്റെ കോർഡിനേറ്റർ നമ്മുടെ സ്വന്തം ജേസൺ സാർ. ഏതൊരു ആഘോഷവുമാകട്ടെ പറ്റിയ മുന്നൊരുക്കങ്ങളുമായി നമ്മുടെ സ്വന്തം RK ഡെക്കറേഷൻസ്. ഇതാണ് കോലുവള്ളിയുടെ MSMI കോൺവെന്റ്. കോലുവള്ളിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വീടുകൾ കാണാം. ഇത് തന്നെയാണ് കോലുവള്ളിയുടെ അടുത്ത ഭാഗം. കോലുവള്ളിയെ ആധ്യാത്മികതയുടെ നിറവിൽ തികഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടരാണ് മുഹമ്മദൻ പിൻഗാമികൾ. അവരുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതോ കോലുവള്ളിയുടെ സ്വന്തം മുസ്ലിം പള്ളി. ആധുനിക വിദ്യാഭ്യാസ യുഗത്തിൽ കോലുവള്ളിയെ വിദ്യാസമ്പന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ സ്വന്തം ആർക്കേഞ്ചൽ സ്കൂൾ. ആദ്യമായി പുളിങ്ങോത്താണ് ഈ സംരംഭം ആരംഭിച്ചെങ്കിലും പിന്നീട് പ്രവർത്തന സൗകര്യത്തിനായി കോലുവള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ചാണ് നമ്മുടെ സ്കൂൾ അതിനിപ്പോഴുള്ള ഉയർച്ച നേടിയിരിക്കുന്നത്. അതിവിശാലമായ പ്ലേ ഗ്രൗണ്ടും പഠനത്തിന് അനുയോജ്യമായ ക്ലാസ് റൂമുകളും ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. കുട്ടികളുടെ പഠനോന്നമനത്തിനായി ഈ സ്കൂൾ ഓരോ ക്ലാസ് റൂമുകളിലും ഒരു സ്മാർട്ട് റൂം എന്ന ആശയത്തിലൂടെ വികസനത്തിന്റെ പാതയിലൂടെ ചലിക്കുകയാണ്. തേജസ്സോടെ നിറഞ്ഞൊഴുകുന്ന തേജസ്വിനി കോലുവള്ളിയുടെ സ്ഥിരാകേന്ദ്രമാണ് തേജസ്വിനി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഹ്ലാദിക്കാനുള്ള സ്ഥലം. പുൽമേടുകളും മേച്ചിൻ സ്ഥലങ്ങളും കളിസ്ഥലവുമായി ഇതാ തേജസ്വിനി പുഴ അതിന് ചൈത്രയാത്ര തുടരുന്നു. ഈ പുഴയുടെ ഒരു ഭംഗിയെ എത്ര ഉണ്ടാവുമെന്ന് പതിവില്ല.
നവജ്യോതി കോളേജിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാലും ഇതാണ് ഭാവിയിലെ നവജ്യോതി കോളേജ്. Navajyoti is an arts and science college affiliated to Kannur University. Recognized by Government of Kerala, the college is under the patronage of the St. Thomas Province Trust of the Little Flower Congregation. It was started as an open college 10 years back. In 2010, the college was affiliated to the Kannur University with the sanction of the 3 undergraduate courses, BCom, BBA and BCA. Navajyoti caters to the parents' varied expectations and aspirations of academic performance and character formation of the children. The college is situated at Kanikalam on the verge of Payyanur Rajagiri Road, 1.3 km away from Cherubura town. കായിക മികവുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിവിശാലമായ ഗ്രൗണ്ട് നവജ്യോതിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഭാവിയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ് നവജ്യോതി കോളേജ്. ഇതാ ഇനി ഭാവിയിലേക്ക് ഉയർന്നു പൊങ്ങുവാൻ പോകുന്ന നവജ്യോതി കോളേജ്. ഇതാണ് നവജ്യോതി ആശ്രമം. സെന്റ് തോമസ് പ്രൊവിൻസ് ട്രസ്റ്റിലെ ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷനിലുള്ളവരാണ് ഇവിടുത്തെ CST അറ്റൻഡന്റ്. വികസനത്തിന്റെ പാതയിലൂടെ അനുനിമിഷം ചരിച്ചുകൊണ്ടിരിക്കുന്ന കോലുവെള്ളിക്ക് ഇത്ര നേരത്തെ ഇതാ ഒരു മലയോര കൈകൾ. ഇതാണ് കോലുവള്ളിയുടെ സ്വന്തം കമ്പിപ്പാലം. 2 ജില്ലകളുടെ ഹൃദയങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന ജോലിയാണ് ഈ കമ്പിപ്പാലം ചെയ്യുന്നത്. അങ്ങനെ ഈ 2 സ്ഥലങ്ങളെയും ഐക്യദാർഢ്യത്തോടെ കോലുവള്ളി എന്ന ഒറ്റ ഗ്രാമമായി കൊണ്ടുപോകുന്നു. നമുക്കിനി ഒന്ന് മേൽത്താന്തി റോഡിലൂടെ സഞ്ചരിച്ചാലോ? ഇതാണ് കോലുവള്ളിയുടെ കുടുംബക്ഷേമ ഉപകേന്ദ്രം. എല്ലാവിധ പ്രാഥമിക ശുശ്രൂഷകൾക്കും കോലുവള്ളിക്കാർ ഇവിടെയാണ് സമീപിക്കുന്നത്. ഇതിന്റെ പ്രവർത്തന സമയം എല്ലാ വെള്ളിയാഴ്ചയും 2 മുതൽ 4 വരെ.
പരിശോധനയാണ് ഇവിടെ നൽകുന്നത്. അതായത് ഗർഭിണികളെ കണ്ടെത്തി 3 മാസം കഴിയുന്നതിന് മുമ്പായിട്ട് അവരുടെ രജിസ്ട്രേഷൻ നൽകുകയും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഗർഭിണികൾക്ക് കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇവിടെ നൽകുന്നുണ്ട്. പിന്നുള്ളത് കുട്ടികൾക്ക് ആവശ്യമായ വൈറ്റമിൻ സിറപ്പുകളും ഗർഭിണികൾക്കും കുട്ടികൾക്കും ആവശ്യമുള്ള അയൺ ഗുളികകളും ഇവിടെ വിതരണം ചെയ്യുന്നു. കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ വെച്ചും ഹെൽത്ത് സെൻ്ററുകളിൽ വെച്ചും ക്ലബ്ബുകളിൽ വെച്ചും മറ്റും അവർക്ക് ആവശ്യമായ ക്ലാസ്സുകൾ, അതായത് അവരുടെ പേഴ്സണൽ ഹൈജീനുകളെ പറ്റും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ താൽക്കാലികവും സ്ഥിരമായ ഗർഭനിരോധന മാർഗങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് സേവനങ്ങളായിട്ട് ലഭിക്കുന്നു. കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ആവശ്യമായ നാപ്കിൻസ് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രധാനമായിട്ടും ഗൃഹസന്ദർശനം, അതായത് ഫീൽഡ് വർക്ക് നടത്തി വീട്ടിൽ കിടപ്പിലുള്ള ആൾക്കാർക്ക് പാലിയേറ്റീവ് കെയർ മുഖേന കെയറുകൾ നൽകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നു. പിന്നെ JHC ആയിട്ടുള്ള സാറും JPC ആയിട്ടുള്ള സിസ്റ്ററും ഗൃഹസന്ദർശനങ്ങൾ നടത്തുകയും അവിടെയുള്ള പകർച്ചവ്യാധികൾ കണ്ടെത്തുകയും അതിന് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പിന്നെ പൊതുജനങ്ങളുടെ പരാതിയിൽ പേരുള്ള അന്വേഷണവും പരിഹാരങ്ങൾ നൽകുന്ന കടകളിലും മറ്റ് പ്രദേശങ്ങളിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അതവർ കണ്ടെത്തി അതിനുവേണ്ട പരിഹാരം നൽകുന്നുണ്ട്. പുകവലി, മദ്യപാനം, ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള കൗൺസിലിംഗ് നടത്തുകയും അതിനെ തടയുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ക്ഷയരോഗം, കുഷ്ഠരോഗം, മന്ത് എന്നിവയ്ക്കുള്ള പ്രതിരോധ പരിപാടികളായിട്ട് ഗുളികൾ വിതരണം ചെയ്യുകയും ആവശ്യമായ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബോധവൽക്കരണ ക്ലാസ്സുകൾ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് നടത്താറുണ്ട്. പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കൽ ഡിസീസ് അല്ലാത്ത നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ എന്നിവ ഇവിടെ പരിശോധിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നുള്ളത് ആശാപ്രവർത്തകരുടെ പ്രവർത്തനമാണ്. നമ്മുടെ വാർഡിൽ 2 ആശാപ്രവർത്തകരാണുണ്ട്. അവർ നല്ല രീതിയിൽ നമ്മളോടൊപ്പം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ഇതൊക്കെയാണ് ഇവിടെ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ. 1981 ഈ അമ്പർ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ആദ്യം കോലുവള്ളിയിലെ ഒരു വാടക കെട്ടിടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇതായിപ്പോൾ മേലുത്താന്നി റോഡിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്കാരുടെ ലഭ്യതക്കുറവ് ഇവിടെ ഒരു കാര്യമായി പരിഗണിക്കാതെ ഇതിൻ്റെ ജോലി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഒരു സ്വയം തൊഴിലാണ്. കോലുവള്ളി മേലുത്താന്നി റോഡിലെ റബ്ബർ എസ്റ്റേറ്റുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കോലുവള്ളി നാട് നല്ല നാടാണ്. നല്ല അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടാണ്. 30 വർഷം മുമ്പത്തെ നാടല്ലെന്ന് പറയാം. न जाने तू हुआ ये जादू कैसे, जो मेरा था वो खो गया, जो तेरा मिल गया हो जैसे. इस दिल ने जब जाना के बस तू